ളപ്രമാണി മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് ഇന്ന് 70-ാം പിറന്നാൾ. ക്ഷേത്രവാദ്യ കലാരൂപത്തെ ജനകീയമാക്കിയ കലാകാരൻ ഫ്യൂഷൻ സംഗീത പ്രകടനങ്ങളിൽ പ്രമുഖരോടൊപ്പം നിരന്ന് കഴിവ് തെളിയിച്ച പ്രതിഭ എന്നിങ്ങനെ വിശേഷണങ്ങൾ ഒരുപാടാണ് മട്ടന്നൂരിന്. കൈവിരലുകളാൽ വിസ്മയം തീർക്കുന്ന ശങ്കരൻകുട്ടി മാരാർക്ക് 24-ന്റെ പിറന്നാൾ ആശംസകൾ. പാലക്കാട് വെള്ളിനേഴിയിലെ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാരുടെ വീട്ടിൽ നിന്ന് നിഖിൽ പ്രമേഷ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 1965 തലശ്ശേരിയിൽ നിന്ന് ഒരു അച്ഛനും മകനും ഒറ്റപ്പാലത്തേക്ക് ടിക്കറ്റ് എടുത്തെത്തി. ആ യാത്ര കേരളത്തിൻ്റെ വാദ്യകലാരംഗത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒന്നായി മാറുമെന്ന് അച്ഛനും ഒരുപക്ഷെ കരുതിയിരിക്കില്ല. കേരളത്തിൻ്റെ സൗഭാഗ്യം ശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക് ഇന്ന് 70-ാം പിറന്നാളാണ്. അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ആദ്യം തന്നെ അങ്ങേക്ക് പിറന്നാൾ ആശംസകൾ നേരുന്നു. ഈ 70-ാം പിറന്നാൾ എന്ന് പറയുമ്പോൾ ചെറിയൊരു സംശയമുണ്ട്. കാരണം എൻ്റെ മനസ്സിൽ 28-ാമത്തെ പിറന്നാളായതെന്നാണ്. 28-ാമത് പ്രായമുള്ള ഒരാളുടെ മനസ്സാണ് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നത്. പിന്നെ കൊണ്ടു നടക്കാനുള്ള ഉദ്ദേശിക്കുന്ന വിഷയങ്ങളും മോഹങ്ങളും അത് ഇനിയും നമുക്ക് എന്തെല്ലാം ഈ വാദ്യകലയ്ക്ക് സംഭാവന ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു അന്വേഷണമാണ് ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്നത്. 8-ാം വയസ്സിൽ അങ്ങ് കുട്ടി തുടങ്ങി, 18-ാം വയസ്സിൽ മേളങ്ങളിൽ പങ്കെടുത്തു തുടങ്ങി, 30-ാം വയസ്സിൽ തൃശ്ശൂർ പൂരം പോലത്തെ ഒരു വലിയ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായി. അപ്പോൾ അങ്ങയുടെ മനസ്സിൽ ഇനിയും സ്വപ്നങ്ങളുണ്ട് എന്നാണോ പറയുന്നത്? സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻപ് നടത്തിയിരുന്ന യഥാർത്ഥമായ കാര്യങ്ങൾ. ഇനിയൊരു സ്വപ്നം കണ്ടാലും അതുമാതിരി നമുക്ക് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടാവില്ല. പക്ഷേ എങ്കിലും പുതിയ തലമുറകൾക്ക് എങ്ങനെയായിരുന്നു ആ കാലങ്ങളിൽ ഇതൊക്കെ നടന്നത്, ഇല്ലെങ്കിൽ എങ്ങനെയാണ് നടത്തിയത്, അതിൻ്റെ ഒരു പാഠം കൊടുക്കൽ ഇന്നത്തെ നമ്മുടെ നാടിനതൊരാവശ്യമാണെന്നൊരു തോന്നൽ എനിക്കുണ്ട്. എനിക്ക് ഒരിക്കൽ കൂടി അവിടെ എത്തി ഒന്ന് കൊട്ടണം എന്ന് തോന്നിയിട്ടുള്ള ഒരു സ്ഥലം, അത് ഞാൻ പറഞ്ഞാൽ അത് ആദ്യം പറയേണ്ടത് മട്ടന്നൂർ തന്നെയാണ്. രാവിലെ മുതൽ തന്നെ ഫോൺ അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരിക്കും, അതിൻ്റെ തിരക്കിലായിരിക്കും അങ്ങ്. എല്ലാ വിഷയങ്ങളിലും രാജകീയമായിട്ടുള്ള കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ടൊരു പരിപാടിയാണ് 60-ാം പിറന്നാൾ നടന്നത്. 70 ക്ഷേമമായിട്ട് 60-നേക്കാളും ക്ഷേമമായിട്ട് നടത്തണം എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു, അത് വേണ്ട, നമുക്കിനി അടുത്ത് നടത്തേണ്ട വിഷയം അടുത്ത പിറന്നാൾ നിങ്ങൾക്ക് മോഹമുണ്ടെങ്കിൽ 84-ാം പിറന്നാൾ ആയിക്കോട്ടെ പറഞ്ഞു. പുതിയ വാദ്യ കലാകാരന്മാരോട് അങ്ങേക്കൊരു ഉപദേശം പോലെ, അല്ലെങ്കിൽ അവർക്ക് ഒരു സ്നേഹത്തോടു കൂടി അവർക്ക് നൽകുന്ന ഒരു വാക്ക്, അതെന്തായിരിക്കും? ഒരു കൊല്ലം നിങ്ങൾ ഏത് വിഷയം, അത് പൊതുവായിട്ട് ഏത് കലാകാരനായാലും ആരായാലും അവർ ചെയ്യേണ്ടത്, നമ്മുടെ പൂർവികന്മാർ ഒരുപാട് പണിയെടുത്തിട്ടാണ് നമ്മൾ പോലും ഇങ്ങനെ ആക്കിയത്. അത് കൃത്യമായിട്ടും സത്യസന്ധമായിട്ടും ന്യായമായിട്ടും കൊണ്ട് നടക്കുക. ഇന്നത്തെ ഇപ്പോൾ വാദ്യ കലാകാരന്മാരൊക്കെ പുതിയ തലമുറയൊക്കെ മാതൃകയാക്കുന്ന ഈ തായമ്പകയുടെ തലവര തന്നെ മാറ്റിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പിറന്നാൾ ദിനത്തിൽ ഒപ്പം നിൽക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. ഒരുപാട് നാൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം പോലെ 84-ാം പിറന്നാളും ഇവിടെ വന്ന് റിപ്പോർട്ട് ചെയ്യാൻ നമുക്ക് കഴിയട്ടെ. ഈ നാട് ഒന്നടങ്കം അത് ആഘോഷമാക്കി മാറ്റുകയും ചെയ്യട്ടെ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.